വാർത്തയിലേക്ക് വിശദമായി. കാഫിർ പരാമർശത്തിന്റെ ഉറവിടം സിപിഎം തന്നെയായിരുന്നുവെന്ന് ഇനി ആർക്കും സംശയമുണ്ടാകില്ലെന്ന് ഷാഫി പറമ്പിൽ എംപി. പ്രതികളാരെന്ന് പോലീസിനും സിപിഎമ്മിനും അറിയാം. അവരെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നിയമ പോരാട്ടം തുടരുമെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി. മതം ഉപയോഗിച്ച് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിന് ജനം മറുപടി നൽകി കഴിഞ്ഞു. ആരുടെ ദുഷ്ടബുദ്ധിയിലുണ്ടായ നീക്കമെന്ന് കണ്ടെത്തണം. പോലീസ് കള്ളക്കളി തുടരുകയാണെന്നും ഷാഫി വിമർശിച്ചു. ഐഡന്റിറ്റിയുടെ മുഖത്ത് ആഞ്ഞു വെട്ടാൻ സിപിഎം ഉപയോഗിച്ച ഒരു വ്യാജ സൃഷ്ടിയായിരുന്നു ഈ കാഫിർ പ്രയോഗം എന്നുള്ളത് ഇപ്പോ ഇനി ബോധ്യപ്പെടാത്ത ഒരാളും നാട്ടിലുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ വെട്ടും അതുകൊണ്ട് ഈ നാടിനേൽക്കുമായിരുന്ന മുറിവിനെയും ഒരു പരിച പോലെ വടകരയിലെ ജനങ്ങൾ തടുത്തു നിർത്തി എന്നുള്ളതാണ് ഈ 1,14,506 ഒരു അർത്ഥം എന്നുള്ളത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞതാണ്. വടകരയിലെ സിപിഎം സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്കെതിരായി UDF പ്രചരിപ്പിച്ചതായ ആരോപണമുയർന്ന കാഫിർ പ്രയോഗം സിപിഎമ്മിന് തന്നെ തിരിച്ചടിയാവുകയാണ്. സിപിഎം അനുകൂല ഫേസ്ബുക്ക് പേജിലേക്കാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. സിപിഎം നേതാവ് കെ ലതികയുടെ മൊബൈൽ ഫോണും കേസിന്റെ ഭാഗമായി പരിശോധിച്ചതായി പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ ലതികയെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തുവന്നു. മതത്തെ ഇരുതല മൂർച്ചയുള്ള വാളായി സിപിഎം ഉപയോഗിക്കുന്നുവെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ വിമർശിച്ചു. സദ്ദാം ഹുസൈനും പലസ്തീനും കാണിച്ച മുസ്ലിം വോട്ട് തട്ടാൻ ശ്രമിച്ചതായും കോഴിക്കോട്ടെ കരീം കെയും കാഫിർ സ്ക്രീൻഷോട്ടും ഇതിന്റെ ഭാഗമെന്നും സാദിഖ് അലി തങ്ങൾ ചന്ദ്രികയിൽ എഴുതിയ ലേഖനത്തിൽ വിമർശിക്കുന്നു. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. വടകര തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്നാണ് കാഫിർ പ്രയോഗമടങ്ങിയ സ്ക്രീൻഷോട്ട് മണ്ഡലത്തിൽ വ്യാപകമായി പ്രചരിച്ചത്. മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവായ PK മുഹമ്മദ് ഖാസിം എന്നയാളുടെ പേരിലാണ് ഈ സന്ദേശം പരക്കുകയും ചെയ്തത്. എന്നാൽ തന്റെ പേരിലല്ല, അല്ലെങ്കിൽ താൻ അല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് അദ്ദേഹം അറിയിക്കുകയും അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. എന്നാൽ പോലീസ് അന്വേഷണം ഫലപ്രദമാകുന്നില്ല എന്നാരോപിച്ചാണ് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ പോലീസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. ഖാസിമിന്റെ പേജിൽ നിന്നല്ല ഇത്തരമൊരു സ്ക്രീൻഷോട്ട് ഉണ്ടായിരിക്കുന്നത് എന്ന് കണ്ടെത്തിയതായി പോലീസ് പറയുന്നു. അമ്പാടി മുക്ക് സഹാക്കൾ എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് പേജിലാണ് ഈ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ഈ പേജിന്റെ ഉടമ ആര് എന്ന് കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫേസ്ബുക്കിനെ ഇതുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഒപ്പം പോരാളി ഷാജി എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഈ അമ്പാടിമുഖ സഹാക്കൾ എന്ന പേജിൽ കണ്ട സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച കെ ലതിക അടക്കമുള്ള ആളുകളുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചതായും പോലീസ് പറയുന്നുണ്ട്. എന്തായാലും ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ആരോപണം ഉന്നയിച്ച സിപിഎം ഇക്കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്ന അവസ്ഥയാണ്. കെ ലതിക അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് DCC നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ഖാസിം നിരപരാധി റിപ്പോർട്ട് നൽകാൻ. കെ ലതികയാണ് ഇത് പ്രചരിപ്പിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഇത് തെളിയണമെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് കെ ലതികയെ, പിന്നീട് പ്രചരിപ്പിച്ചവരെ, പിന്നീട് പ്രചരിപ്പിച്ച ഗ്രൂപ്പിലെ അഡ്മിൻകാരെ അവരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ തീർച്ചയായും യഥാർത്ഥ ആളുകളെ കൊണ്ടുവരുന്ന അടുത്ത ജനങ്ങളുടെ പോരാട്ടം പോലീസ് ചെയ്യുന്നില്ലെങ്കിൽ അത് പ്രത്യേക ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നുവെന്നാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകുന്നത്. ഫേസ്ബുക്കിൽ നിന്നും വിവിധ പേജുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേസിലെ യഥാർത്ഥ പ്രതികളെ ലഭിച്ചാൽ മാത്രമേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയൂ എന്നും പോലീസ് പറയുന്നു. അധികം വൈകാതെ ഇത്തരം നിയമ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിരിക്കുന്നതും. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ കാഫിർ വിവാദത്തെ ചൊല്ലിയുള്ള ആരോപണങ്ങളും പ്രത്യാപനങ്ങളും ഇപ്പോഴും വടകരയിൽ കൊഴുക്കുകയാണ്.